അപ്പം നമുക്കിന്ന് ഹെവി ആയിട്ട് 4 കിലോ നെയ്ച്ചോറ് വെച്ചാലോ, ചിക്കൻ ഗ്രേവി ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് പിന്നാലെ വരും. നമ്മളിത് സ്നേഹപ്പൊതിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചോറാട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചോറായിരുന്നു. അപ്പോൾ നമ്മളൊരു അടുപ്പ് കൂട്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് ഭയങ്കര പണിയാണ്. അപ്പോൾ ഗ്യാസ് വേണ്ടാന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് കൂട്ടിയിട്ട് പാൻ വെച്ചിട്ട് 3/4 ലിറ്റർ ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ടയും ഗ്രാമ്പും മേലേക്ക് ഇട്ടിട്ട് നൈസായിരുന്നു വെച്ച് സവാള ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത് ഒരു ബ്രൗൺ നിറാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്ത് അതിന് പുറത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പട്ടയും ഗ്രാമ്പും ഇട്ട് അരച്ച് വെച്ച മസാലയും കുറച്ച് 2 ടീസ്പൂൺ ഇട്ടു. എൻ്റെ വീട്ടിലുണ്ടാക്കി തൈര് ഒഴിച്ച് കൊടുത്തു, മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു, നല്ലോണം ഇളക്കി അത് മൂത്ത് വന്ന് അതിന് പച്ചമണം പോയപ്പോൾ അരി എടുത്ത് വെച്ച പാത്രത്തിൽ ഡബിളായിട്ട് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ട് കൊടുത്തു, അടച്ച് വെച്ചു. വെള്ളം തിളച്ച് വന്നപ്പോൾ കുതിർന്ന അരമണിക്കൂറോളം അരി കുതിർന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് ആ കുതിർന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു നല്ലോണം തിളച്ചിട്ട് തന്നെ വേവിക്കുക. ഒരു 2-3 മിനിറ്റ് അങ്ങനെ തിളച്ച് വേവിക്കുക. അതിന് ശേഷം വെള്ളം അരി ഈക്വലായി കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് തീ മാറ്റിയിട്ട് ദമ്മിട്ട് കൊടുക്കുക. ദമ്മ് പറഞ്ഞാൽ 15 മിനിറ്റ് ആട്ടോ ഞാൻ നെയ്ച്ചോറിന് ദമ്മ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ അത് കുഴഞ്ഞു പോകും. കറക്റ്റ് പരുവത്തിൽ എടുക്കണമല്ലോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നമ്മുടെ നെയ്ച്ചോറ് റെഡിയായിട്ട് ചിക്കൻ കറി റെഡി.